സാബുമാൻ ഇന്നലെ പുറത്തായതോടുകൂടി സോഷ്യൽ മീഡിയയിലെല്ലാം സാബുമാൻ്റെ എവിക്ഷൻ അൺഫെയർ എവിക്ഷനാണെന്നാണ് പറയുന്നത്. കാര്യം സാബുമാനേക്കാളും വോട്ട് കുറവുള്ള ആദിലയെ അവിടെ പിടിച്ചു നിർത്തി നൂറയ്ക്ക് പണി കൊടുക്കാനാണ് ബിഗ് ബോസ് ടീം ഉദ്ദേശിക്കുന്നത് എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും സാബുമാൻ ഈ പറഞ്ഞതുപോലെ ലക്കി ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. 28ാമത്തെ ദിവസം വന്ന് കാര്യമായിട്ടൊന്നും കാണിക്കാതെ തന്നെ ഏകദേശം 90 ദിവസം വരെ അവിടെ നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. എന്നാൽ സാബുമാനെ പോലെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാണ് ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ വാദിക്കുന്നത്. സാബുമാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം നടന്നാലും അതിലൊന്നും ആക്റ്റീവായി ഇടപെടാതെ എപ്പോഴും ചിരിച്ച് തമാശയെല്ലാം പറഞ്ഞ് എല്ലാവരോടും വളരെ സൗഹൃദപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒത്തിരി അങ്ങനത്തെ സ്വഭാവമുള്ള ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ അവരെയും കൂടി റെപ്രസെൻറ്റ് ചെയ്ത് വന്ന ആളാണ് നമ്മുടെ സാബുമാൻ എന്നൊക്കെ തരത്തിലാണ് ആൾക്കാർ പറയുന്നത്. ഇതുപോലെ ഒരാളെ വിജയിയാക്കണമെന്നും ഇപ്പോൾ നടന്ന അൺഫെയർ എവിക്ഷനാണെന്നൊക്കെയാണ് പൊതുവേ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം. എന്തായാലും സാബുമാൻ തന്നെ പറയുന്നുണ്ട്, സാബുമാന് അവിടെ ആ പരിസരവുമായിട്ട് ഒത്തുപോകാൻ പറ്റിയിരുന്നില്ല. അവിടെ ഒരു പുതിയൊരു അന്തരീക്ഷമായിരുന്നു, തനിക്ക് ഒരിക്കലും അവിടെ സർവൈവ് ചെയ്ത് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് താൻ ട്രാക്കിലേക്ക് എത്തിയതെന്നും അപ്പോൾ ഒരുപാട് വൈകിപ്പോയെന്നൊക്കെയാണ് നമ്മുടെ സാബുമാൻ പറയുന്നത്. എന്തായാലും സാബുമാന് പുറത്ത് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, ഒരുപാട് അവസരങ്ങൾ സിനിമയിലും മറ്റ് മേഖലകളിലും കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.